നമസ്കാരം. പ്രധാന വാർത്തകൾ. UDF ഭരിക്കുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ പാർട്ടി ഔദ്യോഗിക പക്ഷം കൊണ്ടുവന്ന അവിശ്വാസം, അച്ചടക്ക ലംഘനം നടത്തിയ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ 9 മുസ്ലിം ലീഗ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവിശ്വാസം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. ചെർപ്പളശ്ശേരിയിൽ മരം പൊട്ടി വീണ് വീട് തകർന്ന് പരിക്കേറ്റ് സ്ത്രീ മരിച്ചു. 60-കാരിയായ കുഞ്ഞിലക്ഷ്മിയാണ് മരിച്ചത്. കുടുംബത്തിന് മുൻഗണനാടിസ്ഥാനത്തിൽ ലൈഫിൽ വീട് നൽകാൻ ഇടപെടൽ നടത്തുമെന്ന് പി മമ്മിക്കുട്ടി MLA. സർക്കാർ സഹായം ലഭ്യമാക്കും. മണ്ണാർക്കാട് കുമരംപുത്തൂർ പൊതുവപ്പാടത്തും വീടുകൾക്ക് ഭീഷണിയായി വൻ മരങ്ങൾ. താമസം മാറ്റി 5 കുടുംബങ്ങൾ. 6 മാസം മുൻപ് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ. പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ട്രാവൽ സ്ഥാപനത്തിൽ 3 പേർ വന്ന് യുവാവിനെയും ഭാര്യയെയും മർദ്ദിച്ചതായി പരാതി. സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം. രക്ഷിതാക്കൾ തമ്മിലുള്ള തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്നും സൂചന. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവം. പ്രതിക്ക് 23 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. പ്രതി പാങ്ങ് സ്വദേശി ഗിരീഷിനാണ് ശിക്ഷ വിധിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. UDF ഭരിക്കുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലിനെതിരെയുള്ള അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് അച്ചടക്ക ലംഘനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കം 9 മുസ്ലിം ലീഗ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. UDF ഔദ്യോഗിക പക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലിനെ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ നേതൃത്വം നേരത്തെ പുറത്താക്കിയിരുന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷീജമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ PT മുബാറക് അലി, ജുബീല ലത്തീഫ്, CP ഹംസക്കുട്ടി, CH ഹമീദ്, PP രാജേഷ്, നേതാക്കളായ K അലി അക്ബർ, സൈദ അലിക്കൽ, അലി വല്ലത്തിൽ എന്നിവരെയാണ് അച്ചടക്ക ലംഘനം നടത്തിയതിന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സലിനെ നേരത്തെ തന്നെ അച്ചടക്ക ലംഘനത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പ്രസിഡന്റ് പദവി നിശ്ചിത കാലത്തിനു ശേഷം പങ്കുവയ്ക്കണമെന്ന ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തതാണ് KT അഫ്സലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് കാരണം. 21 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ 13 മുസ്ലിം ലീഗ് അംഗങ്ങളും 1 കോൺഗ്രസ് അംഗവും 7 CPM അംഗങ്ങളുമാണ് ഉള്ളത്. UDFിലെ 7 അംഗങ്ങൾ ചേർന്നാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് സമർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് 7 മുസ്ലിം ലീഗ് അംഗങ്ങളും 7 CPM അംഗങ്ങളും വിട്ടുനിന്നു. 21 അംഗ ഭരണസമിതിയിൽ 11 പേരുടെ കോറം തികയാത്തതിനാൽ പ്രമേയം ചർച്ച ചെയ്യാൻ സാധ്യമാകാതെ പിരിയുകയായിരുന്നു. പാർട്ടി എതിർപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ലീഗ് നേതൃത്വവും മണ്ഡലം നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ മെമ്പർമാരെയും നേതാക്കളെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തിൽ ആദ്യം 1 വർഷം CT നൌഷാദ് അലി ആയിരുന്നു പ്രസിഡന്റായത്. നേരത്തെയുള്ള ധാരണ പ്രകാരം പിന്നീട് KT അഫ്സലിനെ പ്രസിഡന്റാക്കി. അഫ്സലിനെ 2022 ഏപ്രിൽ 20 മുതൽ 2024 ഏപ്രിൽ 30 വരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത്. എന്നാൽ അത്തരത്തിൽ ധാരണയില്ലെന്നും രാജിവെക്കില്ലെന്നുമാണ് അഫ്സലിന്റെ വാദം. ചെർപ്പളശ്ശേരിയിൽ മരം പൊട്ടി വീട് തകർന്ന് പരിക്കേറ്റ സ്ത്രീ മരിച്ചു. 25-ാം വാർഡ് ശാലിയംകുന്ന് 10-ാം മൈലിൽ കുണ്ടുകണ്ടത്തിൽ മുള്ളൻതൊടി കുഞ്ഞിലക്ഷ്മിയാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അപകടം സംഭവിച്ചത്. കുഞ്ഞിലക്ഷ്മിയും ഭർത്താവ് ഉണ്ണികൃഷ്ണനും താമസിച്ചിരുന്ന ടാർപോളിൻ വെച്ച് കെട്ടിയ വീട് ശക്തമായ കാറ്റിലും മഴയിലും തൊട്ടടുത്ത സ്ഥലത്തെ മരം പൊട്ടി വീണ് പൂർണ്ണമായും തകരുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിലക്ഷ്മി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ഇവരുടെ കാലിന്റെ എല്ലുകൾ പൊട്ടുകയും വാരിയെല്ലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെയാണ് മരണപ്പെട്ടത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ പരിക്കും ഗുരുതരമാണ്. ദയനീയാവസ്ഥയിലാണ് ഇവർ ഇവിടെ കഴിഞ്ഞിരുന്നത്. മരം വീണിവർ താമസിച്ചിരുന്ന വീട് പൂർണ്ണമായും നിലംപൊത്തുകയായിരുന്നു. രതീഷ്, അനീഷ്, ജയേഷ് എന്നിവർ കുഞ്ഞിലക്ഷ്മിയുടെ മക്കളാണ്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം ഷൊർണൂർ ശാന്തിതീരത്ത് സംസ്കരിച്ചു. മഴയിലും കാറ്റിലും ചെർപ്പളശ്ശേരിയിൽ വീട് തകർന്ന് മരിച്ച കുഞ്ഞിലക്ഷ്മിയുടെ കുടുംബത്തിന് മുൻഗണനാടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ വീട് നൽകാനാവുമോ എന്ന് പരിശോധിക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കുടുംബത്തിന് ലഭ്യമാക്കുമെന്നും MLA മലബാർ സിറ്റി ന്യൂസിനോട് പ്രതികരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കുഞ്ഞിലക്ഷ്മിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. പി മമ്മിക്കുട്ടി MLA, നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, മറ്റ് കൗൺസിലർമാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ വീട്ടിലെത്തിയിരുന്നു. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തതായും
സ്വന്തമായി സ്ഥലമില്ലാതിരുന്നതുകൊണ്ടാണ് ഇവർ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയതെന്നും MLA പറഞ്ഞു. കുടുംബത്തിൻ്റെ സ്ഥിതി ദയനീയമാണ്. സർക്കാരിൽ നിന്നും അർഹമായ സാമ്പത്തിക സഹായം ഇവർക്ക് ലഭ്യമാക്കും. മുൻഗണനാ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കുടുംബത്തിന് വീട് നൽകാൻ ഇടപെടലുകൾ നടത്തുമെന്നും MLA പറഞ്ഞു. അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അവരിപ്പോൾ താമസിക്കുന്നത് തന്നെ വേറൊരാളുടെ സ്ഥലത്താണ്, താൽക്കാലിക ഷെഡിലാണ്. അവർക്ക് ഏതെങ്കിലും സ്കീമിൽ വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന നേരത്തെ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ സ്വന്തം പേരിൽ സ്ഥലമില്ല എന്നതിൻ്റെ ഒരു പ്രശ്നം അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ബ്ലോക്ക് പഞ്ചായത്തിനോ മറ്റോ ഏതോ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്കീമിൽ അവർ താൽക്കാലികം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തു മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIRൻ്റെ ഭാഗമായും സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ സംഭവിക്കുമ്പോൾ നിരാലംബരായ നിരാശരായ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി സാമ്പത്തിക സഹായം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായി മരം വീണിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ സാധ്യതയുള്ള സാമ്പത്തിക സഹായം അവർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുക്കും. അത് വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാകും. ചെർപ്പുളശ്ശേരി നഗരസഭയിൽ അപകടാവസ്ഥയിലുള്ള വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉടനടി സ്വീകരിക്കുമെന്ന് ചെയർമാൻ P. രാമചന്ദ്രൻ. കാറ്റിലും മഴയിലും വീട് തകർന്ന് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെയാണ് ചെയർമാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ശാലിയംകുന്ന് 10-ാം മൈലിൽ വീടിന് മുകളിൽ മരം വീണുണ്ടായ അപകടത്തിൽ വയോധിക മരിക്കാനിടയായ സംഭവവും ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ദയനീയ സാഹചര്യവും മലബാർ ന്യൂസ് വാർത്തയാക്കിയിരുന്നു. നഗരസഭയിൽ ഇത്തരം വീടുകൾ ഉള്ളതായി ബോധ്യപ്പെട്ടതായും സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഇപ്പോഴും അപകട ഭീഷണിയിൽ കഴിയേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് സംരക്ഷണമൊരുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഇത്തരം കുടുംബങ്ങളെ കൂട്ടമായോ ഒറ്റയ്ക്കോ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾക്ക് നഗരസഭ തയ്യാറാണെന്നും ചെയർമാൻ അറിയിച്ചു. പുതിയ വീട് കിട്ടണം എന്ന ആഗ്രഹത്തിലും അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും വളരെ ജീർണിച്ച വീടുകൾ നഗരസഭയിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നഗരസഭ പബ്ലിഷ് ചെയ്തിരുന്നത് അത്തരത്തിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട സൗകര്യം ചെയ്യണമെന്ന്. എന്നാൽ ആരും അതിന് തയ്യാറായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നഗരസഭയ്ക്ക് വേണ്ടി പറയാനുള്ളത്. അപകടകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ മാറി താമസിക്കാൻ ആവശ്യമായ സൗകര്യം നഗരസഭ ഒരുക്കും. അത് ക്യാമ്പുകളാണ് വേണ്ടത്, ക്യാമ്പുകൾ അല്ല വീടുകളാണെങ്കിൽ വീടുകൾ. അതിന് ആവശ്യമായ തീരുമാനം നഗരസഭ എടുത്തിട്ടുണ്ട്. അത് കൗൺസിലർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരക്കാർക്ക് ആവശ്യമായ സൗകര്യം ചെയ്യാനും അല്ലെങ്കിൽ ഒന്നിച്ച് താമസിക്കേണ്ടടുത്ത് അതിനുള്ള സൗകര്യം ചെയ്യാനും കൗൺസിലർമാരെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങളുള്ളവർ നാട്ടുകാർ അവർ ചുമതല നിർവഹിച്ച് കൗൺസിലർമാരെ ബന്ധപ്പെട്ട് അതിനുള്ള ഇടപെടൽ നടത്തണം എന്നാണ് പറയാനുള്ളത്. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിലെ പൊതുവപ്പാടത്ത് വീടുകൾക്ക് ഭീഷണിയായി മരം വീഴുമെന്ന ഭീതിയിൽ രാത്രി താമസം മാറ്റി 5 കുടുംബങ്ങൾ. 6 മാസം മുൻപ് പരാതി നൽകിയെങ്കിലും നടപടിയില്ല. കുമരംപുത്തൂരിലെ പൊതുവപ്പാടത്ത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മിക്കാനായി മണ്ണെടുത്തിരുന്നു. ഇതോടെ വീടുകൾക്കു മുൻപിൽ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തെ മരങ്ങൾ ഭീഷണിയായി. ഏതു നിമിഷവും വീഴാവുന്ന വിധത്തിലാണ് മരങ്ങളുള്ളത്. മരം വീഴൽ ഭീഷണിയുള്ള വീടുകളിൽ രാത്രി ഉറങ്ങാൻ ഭയമായതിനാൽ ബന്ധുവീടുകളിലും അയൽ വീടുകളിലും അഭയം തേടുകയാണ് ഈ വീട്ടുകാർ. വാടകയ്ക്ക് വീടെടുക്കാൻ നിർവാഹമില്ലാത്തവരാണ് അധികം പേരും. സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള സ്ഥലത്താണ് മരങ്ങളുള്ളത്. അടിയന്തരമായി മരങ്ങൾ മുറിച്ച് ഭീതി മാറ്റണമെന്നാണ് ഇവിടെയുള്ള വീട്ടുകാർക്ക് പറയാനുള്ളത്. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ഫാത്തിമ മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ കുമരംപുത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. മരം മുറിച്ചു മാറ്റണമെന്ന് ആംഗ്യഭാഷയിൽ ഫാത്തിമ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് 5 വീട്ടുകാർ വലിയ ഭീതിയിലാണ് കഴിയുന്നത്. കുട്ടികളെയും കൂട്ടി വീട്ടിനുള്ളിൽ ഇരിക്കാൻ ഭയമാണ്. പ്രത്യേകിച്ച് കാറ്റ് വീശിയാൽ പുറത്തേക്ക് ഓടേണ്ട സ്ഥിതിയാണ്. അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വലിയ കഴിവൊന്നുമില്ല, വേറെ വീട്ടിൽ പോയി താമസിക്കാനും പൈസ കൊടുത്ത് താമസിക്കണം. അപ്പം ഞങ്ങളെ മുന്നിൽ ജീവിക്കാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു മരങ്ങൾ കുറേ ഭീഷണിയായിട്ട് നിൽക്കുന്നു. എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്.
അപ്പോൾ മദ്രസക്ക് പോണ കുട്ടികൾ, സ്കൂൾക്ക് പോണ കുട്ടികൾ, പിന്നെ വണ്ടിയിൽ കുറേ പാസ് ചെയ്യണ വഴിയാണ്. അപ്പോൾ അതെല്ലാം കൂടി നോക്കുമ്പോൾ ഈ മരം ഏത് നേരത്തെ അപ്പോൾ സമയത്താണ് വീഴുകയെന്ന് അറിയില്ല. അപ്പോൾ ഇത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ട് ഞങ്ങൾക്ക് നടപടിയെടുത്ത് കൊള്ളാമെന്നുണ്ട്. അതിൽ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും ചേർന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിത് വേറെ മാറിപ്പോകാനുള്ള കഴിവുമില്ല. ഒരു കൊച്ചു കുട്ടിയും കൂടി ഞാൻ ഇവിടെ താമസിക്കുകയാണ്. പെരിന്തൽമണ്ണ ട്രാവൽ സ്ഥാപനത്തിൽ 3 പേർ വന്ന് യുവാവിനെയും ഭാര്യയെയും മർദ്ദിച്ചതായി പരാതി. ജൂബിലി റോഡ് തേക്കിൻകോട് സ്രാമ്പിക്കൽ വീട്ടിൽ ബാസിം, ഭാര്യ സദീദ എന്നിവരെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പിതാവ് അബ്ദുൾ മജീദ് പോലീസിൽ പരാതി നൽകി. രക്ഷിതാക്കൾ തമ്മിൽ നിലനിന്നിരുന്ന ചെറിയ തർക്കമുണ്ടായതുമായി ബന്ധപ്പെട്ട് മക്കൾ പരസ്പര വൈരാഗ്യത്തിലേക്ക് നീങ്ങിയതാണ് സംഭവത്തിന് കാരണമെന്ന് സൂചന. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 മണിയോടെ പെരിന്തൽമണ്ണ നഗരത്തിലെ ട്രാവൽ സ്ഥാപനത്തിലെത്തിയ 3 പേർ യുവാവിനെയും ഭാര്യയെയും മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. മർദ്ദിക്കുകയായിരുന്ന 3 പേരെയും പിതാവിന്റെ സുഹൃത്തെത്തി പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവാവും ഭാര്യയും പറയുന്നത്. കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷനു സമീപത്തെ ട്രാവൽ സ്ഥാപനത്തിലാണ് സംഭവം. ജൂബിലി റോഡ് തേക്കിൻകോട് സ്വദേശികളായ സ്രാമ്പിക്കൽ ബാസിമിന്റെ ഭാര്യ സദീദ എന്നിവരെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി. ഉച്ചക്ക് ട്രാവൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2-3 പേര് പുറത്തുനിന്ന് വന്നിട്ട് ഭീഷണിപ്പെടുത്തി പുറത്തിറങ്ങാൻ പറഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റാഫും കസ്റ്റമേഴ്സും വൈഫും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി ചെന്നപ്പോൾ ഒരു 2 പേര് അതുപോലെ കൂടെ ഒരു വലിയൊരു ഗുണ്ട സ്റ്റൈലിൽ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തി എൻ്റെ തലൻ്റെ ഇവിടെ കുത്തി, കൂടെ ഉണ്ടായിരുന്ന വൈഫിനെ അടിയേറ്റ് അവളെ ചെസ്റ്റിൻ്റെ ഇവിടെ ശക്തിയായിട്ട് അടിയേറ്റുണ്ടായിരുന്നു. ബാസത്തിനെയും ഭാര്യയെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് ബാസിമിന്റെ പിതാവ് അബ്ദുൾ മജീദ് പോലീസിൽ പരാതി നൽകി. തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും മക്കളെ മർദ്ദിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും അബ്ദുൾ മജീദ് പറഞ്ഞു. എൻ്റെ മകൻ ജോലി ചെയ്യുന്ന ട്രാവൽ എന്ന സ്ഥാപനത്തിൽ വന്നിട്ട് കുഞ്ഞുമാൻ്റെ മക്കളായ താജുദ്ദീനും അതേപോലെ തന്നെ മുഹമ്മദ് അനസ്, ഈ 2 പേരുടെ കൂടെ, അവരെ തന്നെ കണ്ടാൽ ഭീകരന്മാരാണ്, 2 പേരുടെ കൂടെ ഒരു ഗുണ്ടയും വന്നിട്ട് എൻ്റെ മക്കളെ ആക്രമിക്കുകയുണ്ടായി. എൻ്റെ മകനും മകളും പേരമകളും ഇവരെയാണ് ആക്രമിച്ചത്. പുറത്തിറക്കിയിട്ട് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവരിന്ന് ആശുപത്രിയിലാണ് ഉള്ളത്. മൗലാന ഹോസ്പിറ്റലിൽ അവരിന്ന് ചികിത്സയിലാണ് ഉള്ളത്. അപ്പോൾ അവരെ കൂട്ടിയിട്ട് ഞാൻ നിയമവഴിക്ക് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇതിന് സുരക്ഷ ലഭിക്കും. എൻ്റെ മക്കളും എനിക്കും ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സുരക്ഷ ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമവഴിക്ക് ഞാൻ ഇതിന് നീങ്ങുകയാണ്. രക്ഷിതാക്കൾ തമ്മിൽ നിലനിന്നിരുന്ന ചെറിയ തർക്കം മക്കൾ പരസ്പരമുള്ള വൈരാഗ്യത്തിലേക്ക് നീങ്ങിയതായാണ് സൂചന. പുറത്തു നിന്നുള്ള ഒരാളെയും കൂട്ടിയാണ് മർദ്ദിക്കാനെത്തിയതെന്ന് ഇവർ പറഞ്ഞു. മാനസിക ക്ഷമത കുറവുള്ള 13-കാരിയെ പലതവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിയെ 23 വർഷം കഠിന തടവിനും 45,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചു. പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷവും 2 മാസവും അധിക തടവും അനുഭവിക്കണം. 2021 കൊളത്തൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചത്. പാങ്ങ് അയ്യത്തൻപാറ സ്വദേശി കിളമ്പ്രത്തോടി ഗിരീഷാണ് പ്രതി. പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത്. പ്രതി 2016 അർദ്ധരാത്രിയിൽ അതിജീവിതയുടെ വീടിന്റെ ഓട് പൊളിച്ചിറങ്ങി പീഡിപ്പിക്കുകയും 2018 മെയ് വരെ പല ദിവസങ്ങളിലും പെൺകുട്ടിയുടെ വീട്ടിലെത്തി പീഡനം തുടർന്നതുമാണ് കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3 വകുപ്പുകൾ പ്രകാരം 23 വർഷം കഠിന തടവും 45,000 രൂപ പിഴയുമാണ് ശിക്ഷ. ശിക്ഷാ കാലാവധി ഒരുമിച്ച് അനുഭവിക്കണം. കേസിൽ പോക്സോ വകുപ്പ് പ്രകാരം പ്രത്യേക ശിക്ഷ പറഞ്ഞിട്ടില്ല. പിഴ അടയ്ക്കുന്ന പക്ഷം തുക അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. കൊളത്തൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന N. ബിഷോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സപ്ന പി. പരമേശ്വരത്ത് ഹാജരായി. തെളിവിലേക്കായി 11 സാക്ഷികളെ വിസ്തരിക്കുകയും 24 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിനെതിരായ പരാതി ഉദ്യോഗസ്ഥരുടെ തുടർ നടപടികളിൽ നഗരസഭാ ഭരണസമിതി ഒരു തരത്തിലും ഇടപെടില്ലെന്ന് ചെയർമാൻ പി. രാമചന്ദ്രൻ. ആശുപത്രിയിലെ മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നെന്ന പരാതിയിൽ കൗൺസിലിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ചെയർമാൻ.
എന്നാൽ അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചത് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ആശുപത്രിക്ക് നേരത്തെ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കൗൺസിലിൽ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ഹോസ്പിറ്റലാണെങ്കിലും അനുവദിക്കാനാവില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ചെർപ്പുളശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിലെ മലിനജലം ഓടയിലേക്ക് ഒഴുക്കുന്നുവെന്നാരോപിച്ച് നഗരസഭയിൽ സമർപ്പിക്കപ്പെട്ട പരാതിയുടെ നടപടികൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കോപ്പറേറ്റീവ് ആശുപത്രിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കാര്യം വ്യക്തമാക്കിയത്. ആശുപത്രിക്ക് ലൈസൻസ് നൽകിയ അവസരത്തിൽ നിർദ്ദേശിച്ച വ്യവസ്ഥകൾക്ക് പുറമെ അധിക മുറികൾ ഉപയോഗിച്ചതും അനധികൃത കെട്ടിട നിർമ്മാണവും ചൂണ്ടിക്കാട്ടി നഗരസഭ നിരവധി തവണ ആശുപത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നതായും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും തുടർ നടപടികളുടെ ഭാഗമായി ആശുപത്രിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി. ഉച്ചയ്ക്ക് നമ്മുടെ ജീവനക്കാരെയും കൊണ്ട് ആ ഹോൾ അടയ്ക്കാൻ വേണ്ടി പോയിരുന്ന സമയത്ത് തന്നെ അത് അടച്ചാൽ കാണപ്പെട്ടു. ആരടച്ചു നോക്കാൻ നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആരോടും പറയാൻ പറ്റില്ല. പക്ഷെ അതിന് എന്തായാലും അതിന്റെ പുറത്ത് നമ്മുടെ കൂടി ആ സിമെന്റും ഇതൊക്കെ മെറ്റലൊക്കെ വെച്ചോണ്ട് അടച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ആശുപത്രിക്ക് നേരത്തെ തന്നെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഫയൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ പോരാത്തതിന് ലൈസൻസുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആദ്യം കൊടുത്ത നമ്പറിന് പുറമെ കൂടുതൽ മുറികൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ലൈസൻസ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ അതിന് നോട്ടീസ് കൊടുത്തു. അതോടൊപ്പം തന്നെ അനധികൃത നിർമ്മാണം ഉണ്ട് എന്ന് പറഞ്ഞ് അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി അറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ പല തവണയായി ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അനധികൃത നിർമ്മാണം സംബന്ധിച്ച വിഷയത്തിലും അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി അറിയിപ്പ് കൊടുത്തിട്ടും അത് ശരിയായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകാത്തതുകൊണ്ട്, അതായത് ഈ പ്രശ്നം പരിഹരിക്കാത്തതുകൊണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഈ പ്രശ്നം കൊണ്ട് മാത്രമല്ല നമ്മൾ ഇത്രയും കാലം എടുത്തു വന്ന നടപടികളുടെ തുടർച്ച എന്നോടും ഇപ്പൊ അവസാന വിഷയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്ഥാപനത്തിൽ നമുക്കറിയാം ആശുപത്രിയാണ്. അപ്പൊ സ്വാഭാവിക രോഗികളും അവരുടെ കൂട്ടിപ്പേരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ മാറ്റാനുള്ളൊരു സുരക്ഷിതമായി മാറ്റാനുള്ള ഒരു സമയം കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുശേഷം ബാക്കിയുള്ള നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ പരാതി സമർപ്പിക്കപ്പെട്ടതായി അറിവില്ലെന്നും ആശുപത്രിയാണെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും ആശുപത്രിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നഗരസഭാ ഭരണസമിതി ഒരു തരത്തിലും ഇടപെടില്ലെന്നും ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെർപ്പുളശ്ശേരിയിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇവരുടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ വ്യക്തിപരമായി ആവശ്യപ്പെടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഈ ഭരണസമിതി ഈ വിഷയങ്ങൾ കൗൺസിൽ വരുമ്പോഴെല്ലാം തന്നെ എല്ലാ സമയത്തും ഉന്നയിക്കുമ്പോഴും നിയമവിരുദ്ധമായ ഒരു നടപടിക്കും ഒരു ആവശ്യവും ഒരു ഉദ്യോഗസ്ഥർക്കും നമ്മൾ വെച്ചിട്ടില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് സെക്രട്ടറിയായും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ ഇടപെടാൻ മടിക്കുന്നത് ചെർപ്പശ്ശേരികൾ ബദൽ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല എന്നതായിരിക്കും. അതിനുപരി അത് പെട്ടെന്ന് ആശുപത്രി അടച്ചുകൂട്ടുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് രോഗികളുണ്ടാവാം, രോഗികളുടെ ശ്രദ്ധയുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെടുത്ത നടപടി എന്താണെന്ന് ഞങ്ങളോട് നേരിട്ട് പ്രവർത്തിക്കുകയോ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ചെയർമാനിലേക്ക് ഇരിക്കാൻ കുട്ടിയോ എന്നുണ്ടായില്ല. നമ്മളോട് ഉദ്യോഗസ്ഥരുടെ എടുത്തു വന്നാൽ നമുക്കൊരു അറിയിപ്പൊന്നും ഔദ്യോഗികമായി ആ സ്ഥാപനം അടച്ചുകൂട്ടതിന് വേണ്ടിയിട്ടോ അടച്ചുകൂട്ടാൻ നോട്ടീസ് കൊടുത്തതിന് വേണ്ടിയിട്ടോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്നുകൂടി കൗൺസിലിനെ അറിയിക്കുക. എന്നോട് ഇപ്പം ഞാൻ പറയുന്നു, നിയമവിരുദ്ധമായിട്ട് ഒരു പരിഗണനയും കൊടുക്കാൻ ഞാൻ അതിനൊരു അന്വേഷണം CCM കൊടുത്തിട്ട് സെക്രട്ടറി കൊണ്ടല്ല. എന്തായാലും ബന്ധപ്പെട്ട സ്ഥാപനം സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഇടപെടൽ അവരോട് നടത്താൻ വേണ്ടി നമ്മൾ തന്നെ വ്യക്തമായും ഇതിനു മുമ്പ് തന്നെ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നതാണത്. അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തും എന്ന് പ്രത്യാശിക്കാം. ചെർപ്പശ്ശേരിക്കാർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ പോകാൻ ഒരു സ്ഥാപനം അനിവാര്യമാണ്. അത് കരുതി ആ ദുരിതം നാട്ടുകാർ പേരേണ്ടതില്ല എന്ന് കണക്ക്. അതേസമയം നഗരസഭയിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ആശുപത്രി ചെയർമാൻ K. വേണുഗോപാൽ പ്രതികരിച്ചത്. ചെർപ്പുളശ്ശേരി നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കംഫർട്ട് സ്റ്റേഷൻ 3 ദിവസമായി അടച്ചിട്ടതിനെ തുടർന്നായിരുന്നു റീത്ത് വെച്ച് പ്രതിഷേധം. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ചെർപ്പശ്ശേരി നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ 3 ദിവസമായി അടഞ്ഞുകിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചെർപ്പശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. ഇന്ദിരാഭവനിൽ നിന്നും പ്രകടനവുമായി എത്തിയാണ്
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കംഫർട്ട് സ്റ്റേഷന് മുന്നിൽ റീത്ത് വച്ചത്. ദിവസങ്ങൾക്ക് മുന്നേ കരാറുകാരൻ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലേക്ക് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നുമായില്ല. തുടർന്ന് കരാറുകാരൻ കംഫർട്ട് സ്റ്റേഷൻ അടച്ച് താക്കോൽ നഗരസഭയിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ ദുർഭരണത്തിൻ്റെ അതായത് ജനദ്രോഹ ഭരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡിലെ ഈ മൂത്രപ്പുര. ഏകദേശം 10 ദിവസങ്ങൾക്ക് മുൻപ് കരാറുകാരൻ ഇത് രേഖാമൂലം പരാതി നൽകിയിട്ട് നടപടിയൊന്നും സ്വീകരിക്കാതെ 3 ദിവസം മുൻപ് ഇത് പൂട്ടി താക്കോല് നഗരസഭയിൽ ഏൽപ്പിച്ചതാണ് കരാറുകാരൻ. ഇപ്പോഴും അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞങ്ങൾ സമരം നയിച്ചു വരുന്നത് വരെ ഞങ്ങളുടെ അറിവിലേക്ക് ഇതൊന്നും കിട്ടില്ല. ദൃശ്യമാധ്യമങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഒരു ദിവസം 10,000-കണക്കിന് യാത്രക്കാർ ഈ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നുണ്ട്. അവരെല്ലാം ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന രീതിയിലാണ് നഗരസഭയുടെ ഈ പ്രവർത്തനം. 7 ദിവസം മുൻപ് പരാതിയും കൊടുത്താണ്. മൊത്തം 10 ദിവസമായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഏതോ ഒരു ബൈറ്റിൽ ചെയർമാൻ പറയുന്നുണ്ടായിരുന്നു ഏകദേശം 1000-ഓളം ആളുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു പോകുന്നുണ്ട്, ടോക്കൺ എടുത്ത് ചികിത്സ നേടി പോകുന്നുണ്ട്. ഇത്തരത്തിലാണ് ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം നടപടികൾ സ്വീകരിക്കുന്നതെങ്കിൽ ആയിരക്കണക്കിനല്ല ഒരു ദിവസം 10,000-കണക്കിന് രോഗികൾ അവിടെ ചെറുപ്പുളശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്നു പോകേണ്ട സ്ഥിതിയാണ് നമ്മുടെ നഗരസഭയിൽ നടന്നിരിക്കുന്നത്. കാരണം നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഇതിൻ്റെ ബാക്കിലെ ഡ്രെയിനേജ് സംവിധാനവും മറ്റും കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ചെല്ലാൻ പോലും പറ്റാത്ത അത്രയും വൃത്തിഹീനമായിട്ടാണ്. ഒരു സ്ലാബിന് പകരം വെറും ഒരു ഷീറ്റ് ഇട്ട് വെച്ചുകൊണ്ടാണ് ഈ സംവിധാനം ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുത്തുകൊണ്ട് നഗരസഭ ജനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാക്കി കൊടുക്കണം, ഉപയോഗപ്രദമാക്കി കൊടുക്കണമെന്ന് മാത്രം പറയുന്നുള്ളൂ യൂത്ത് കോൺഗ്രസ്. ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് ഇനിയും മുന്നോട്ട് വരുന്നത്. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ പ്രതിമ വഹിച്ചുള്ള സ്മൃതിയാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. പയ്യന്നൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് സ്മൃതിയാത്ര നടത്തുന്നത്. 6 പതിറ്റാണ്ട് കാലത്തോളം കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പ്രഗത്ഭനായ ഭരണാധികാരി സഖാവ് സി അച്യുതമേനോന്റെ പൂർണ്ണകായക പ്രതിമ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോന്റെ പ്രതിമയുമായുള്ള സ്മൃതിയാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. പയ്യന്നൂരിൽ നിന്നുമാണ് സ്മൃതിയാത്ര ആരംഭിച്ചത്. വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷമാണ് യാത്ര പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത്. ജില്ലാതല സ്വീകരണമായിരുന്നു പട്ടാമ്പിയിൽ നൽകിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നും യാത്രയെ സ്വീകരിച്ചാനയിച്ചു. കേരളത്തിന്റെ വികസന ചരിത്രം സി അച്യുതമേനോനിലൂടെയായിരുന്നുവെന്ന് ജാഥ ക്യാപ്റ്റനും CPI ദേശീയ കൗൺസിൽ അംഗവുമായ KP രാജേന്ദ്രൻ പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊച്ചി രാജ്യത്ത് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. കർഷക പ്രക്ഷോഭത്തിൽ പങ്കാളിയാണ്. അദ്ദേഹം കർഷകരുടെ വലിയ നേതാവായിരുന്നു. അന്നത്തെ കർഷക സംഘത്തിന്റെ സംഘാടകനും പ്രക്ഷോഭകാരിയായിരുന്നു അച്യുതമേനോൻ. കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു കമ്മിറ്റി വന്നപ്പോൾ അച്യുതമേനോൻ കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. മലബാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി, തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി. പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. യോഗത്തിൽ മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. നേതാക്കളായ KP സുരേഷ് രാജ്, OK സൈതലവി, ജാഥാംഗങ്ങളായ സത്യൻ മൊക്കേരി, TV ബാലൻ, EC ബിജിമോൾ, TT ജിസ്മോൻ, P കബീർ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് യാത്ര തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു. തിരുവനന്തപുരം നഗരത്തിൽ മ്യൂസിയത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഈ മാസം 30-ന് പ്രതിമ സ്ഥാപിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്യും. അട്ടപ്പാടിയിൽ ബ്ലോഗർക്ക് സ്ത്രീകളുടെ മർദ്ദനം. സ്ത്രീകളുടെ നഗ്നചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നാരോപിച്ചാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകൾ ബ്ലോഗറെ മർദ്ദിച്ചത്.
അട്ടപ്പാടി കോട്ടത്തറയിൽ തുണിക്കട നടത്തുന്ന ബ്ലോഗർ മുഹമ്മദ് അലി ജിന്നയ്ക്കാണ് മർദ്ദനമേറ്റത്. സാമൂഹ്യ പ്രവർത്തകരായ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാരോപിച്ചാണ് മർദ്ദനം. ഇത് പലരുടെയും കുടുംബ ബന്ധങ്ങളെ തകർത്തതായി സ്ത്രീകൾ പറഞ്ഞു. തമിഴ്നാട്ടിലെ കാക്കും കരങ്ങൾ എന്ന സംഘടനയിലെ സ്ത്രീകളാണ് വ്ളോഗറെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. തർക്കത്തിനിടെ സ്ത്രീകളെ ആദ്യം കയ്യേറ്റം ചെയ്തു. ഇതോടെ കൂട്ടമായി കെട്ടിയിട്ട് മർദ്ദിച്ചു. തുടർന്ന് വ്ളോഗറെ അഗളി പോലീസിന് കൈമാറി. സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ ഇത്തരത്തിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് കാക്കും കരങ്ങൾ അംഗം പറഞ്ഞു. இவனை பார்த்து இனி எந்த இன்ஸ்டாகிராம்ல எந்த ஒரு ஆம்பளையும் எந்த ஒரு பெண்களை ஏமாத்தக்கூடாது. எந்த பெண்களை ஏமாத்தினாலும் ஒவ்வொரு பெண்களும் இதே மாதிரி முயற்சி எடுத்தா ஏமாத்துற ஆண்கள் நிறுத்துவாங்க, அதே மாதிரி ஏமாத்துற பெண்களை நிறுத்துவாங்க. இது வந்து இன்ஸ்டாகிராமுக்கு நாங்க கொடுக்கிற ஒரு பதிலடி. யாரா இருந்தாலும் பெண்களை தப்பு பண்ணக்கூடாது. ஆண்களை காக்குங்காரங்க வந்து நாங்க நடவடிக்கை எடுத்த மாதிரி நீங்களும் எல்லாரும் நடவடிக்கை எடுங்க. திருப்பி வெளியில வாங்க. இருந்தா இந்த உயிர் ஒரு டைம் தான் வாழ போகுது, போனாலும் ஒரு டைம் தான் வாழ போகுது. இந்த நேரம் வரைக்கும் சேஃபா இருக்கணும். அது காரணம் வந்து காவல்துறை தான். அதுக்கு ரொம்ப நன்றி. இதுல வந்து என்னன்னா ஒரே விஷயம், சின்ன மாதிரி பல ஆண்கள் இருக்காங்க. பல ஆண்களும் இந்த மாதிரி பெண்களுக்காக ஆபாச படங்கள் போட்டா, அதே மாதிரி பெண்கள் ஆபாச படங்கள் போட்டா தப்பா நடந்து ஏமாத்தினா, ஒரு பெண்ணை ஒரு ஆண் ஏமாத்தினா இந்த மாதிரி ஒரு நடவடிக்கை எல்லா பெண்களுமே எடுக்கணும், எல்லா ஆண்களுமே எடுக்கணும். அதுக்கு நான் எப்ப கூப்பிட்டாலும் நான் கண்டிப்பா வரேன். உங்க கூட நானும் ஜாயிண்டா நிக்கிறேன். என்னோட காக்குமே வந்து ஒட்டுக்கா நிற்போம். ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് കുറുകെ പൊളിച്ച് പൈപ്പിട്ടു. ഈ കുഴി മെറ്റലും ടാറും ഉപയോഗിച്ച് അടച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. റോഡിന്റെ ഈ ഭാഗം താഴ്ന്നു തുടങ്ങി. കോട്ടോപ്പാടം അമ്പലപ്പാറ റോഡിൽ പാറപ്പുറം സെന്ററിലാണ് റോഡിന് വെട്ടുകൊണ്ട പോലെയുള്ള ഈ കുഴിയുള്ളത്. കുഴിയിൽ ചാടിയ അപകടം സ്ഥിരമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പൈപ്പിട്ട ശേഷം ചാലുമൂടി ജലവിഭവ വകുപ്പ് തന്നെ ടാറും ചെയ്തു. പക്ഷേ 4-ാം നാൾ ഈ ഭാഗം താഴ്ന്നു തുടങ്ങി. ടാറിംഗ് ഉള്ളതിനാൽ കുഴി ശ്രദ്ധയിൽപ്പെടാറില്ല. നിരവധി ഇരുചക്രവാഹനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. വലിയൊരു അപകടത്തിന് കാരണമാകുന്നതിന് മുന്നേ ശാസ്ത്രീയമായി കുഴിയടയ്ക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ PM ഷുക്കൂർ ആവശ്യപ്പെട്ടു. അപകടത്തിലേക്കാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം PWയുടെ ഭാഗത്തുനിന്നോ ഇതിൻ്റെ കരാറുകാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോഴത്തെ ആളുകൾക്ക് പറയാനുള്ളത്. കാരണം വലിയൊരു അപകടം നമുക്ക് ഇനി വന്നു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ മുന്നിൽ പരിഹാരം അവരുടെ ഭാഗത്ത് ഉണ്ടാകും. കുഴിയിൽ കുറച്ച് ടാറും മെറ്റലുമിട്ട് കടമ നിർവഹിച്ചു പോയതുകൊണ്ടാണ് റോഡ് ഈ രീതിയിലായതെന്ന് ഓട്ടോ തൊഴിലാളിയായ നിഷാന്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇത് താഴില്ലെന്ന് ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ മെറ്റലൊക്കെ ഇട്ട് സെറ്റാക്കിയെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ അത് അധികം ആയില്ല. അതൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് വണ്ടികൾ ലോഡും വണ്ടി പോകുമ്പോൾ ഓട്ടോമാറ്റിക് താന്നുകൊണ്ടിരിക്കുകയാണ്. എൻ ഷംസുദ്ദീൻ MLAയുടെ ശ്രമഫലമായി കോട്ടോപ്പാടം മുതൽ അമ്പലപ്പാറ വരെ 11 കിലോമീറ്ററോളം ദൂരം 6 വർഷം മുന്നേ 11 കോടിയിലധികം രൂപ ചെലവിലാണ് റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചത്. ഈ രീതിയിൽ അധികൃതരുടെ അനാസ്ഥ കാരണം റോഡ് തകരാൻ അനുവദിക്കില്ലെന്നും ബന്ധപ്പെട്ടവർക്ക് പറ്റില്ലെങ്കിൽ പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും ചേർന്ന് ശാസ്ത്രീയമായി കുഴിയടക്കാൻ തയ്യാറാണെന്നും PM ഷുക്കൂർ പറഞ്ഞു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇവിടുന്ന് ഫണ്ടാക്കിയിട്ട് റോഡ് ടാർ ചെയ്യുക, അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഈ PWയുടേതാവുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതിന് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോഴേക്കും പ്രദേശങ്ങളിലെ റോഡുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അത്രയും ലാഘവത്തോടെയാണ് ഓരോ റോഡിൻ്റെ വശവും പൊളിച്ചിടുന്നത്. വാർഷിക പദ്ധതി ഫണ്ട് നിർവഹണത്തിൽ 1-ാം സ്ഥാനവും MGNREGS പദ്ധതി നടപ്പാക്കുന്നതിൽ 2-ാം സ്ഥാനവും നേടിയ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയാരവം 2K24 സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ മികച്ച നേട്ടം കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെയും ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്കിന് കീഴിലെ 8 പഞ്ചായത്തുകളിലെയും MGNREGS ജീവനക്കാരെയും വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയുമാണ് ആദരിച്ചത്. വികസന പദ്ധതികൾ നടപ്പാക്കിയ കാര്യത്തിൽ ജില്ലയിൽ 1-ാമതായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഉദ്ഘാടനം ചെയ്ത VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. വോട്ടെണ്ണിയപ്പോൾ എൻ്റെ ഭൂരിപക്ഷത്തിൽ മണ്ണാർക്കാടായിരുന്നു മുന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 1-ാമത് വരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം എൻ്റെ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ 1-ാം സ്ഥാനത്ത് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്. മണ്ണാർക്കാട് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടം കുറച്ച് കൂടുതലാണ്. പക്ഷെ ഭരണപരമായും നിയമപരമായും എല്ലാവരോടും ഞാൻ നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുകയുള്ളൂ. ഉള്ള വീഡിയോ എടുത്ത് വേറെ രീതിയിൽ വിടരുത്. അതുപോലെ അലനല്ലൂരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ
ഈ ബ്ലോക്കിൽ 1ാം സ്ഥാനത്ത് എന്ന് സജ്ജന എനിക്ക് കാണിച്ചു തന്നു. പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അലനല്ലൂരാണ് 1ാം സ്ഥാനത്ത് വരേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജന സത്താർ, ജസീനാക്കര, ഒ നാരായണൻകുട്ടി, രാമചന്ദ്രൻ, രാജൻ ആമ്പാടത്ത്, സതി രാമരാജൻ, എ ഷൗക്കത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ വറോഡൻ, ബിജി ടോമി, വി ജെ കുര്യൻ, ബ്ലോക്ക് സെക്രട്ടറി അജിത് കുമാരി, കെ ജി ബാബു, ടി എസ് സിദ്ദീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലത്തും അമ്പലപ്പാറയിലുമായി വീശിയടിച്ച കാറ്റിലും മഴയിലുമായി KCBയുടെ 50 വൈദ്യുതി തൂണുകൾ തകർന്നു. 100ലേറെ സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു. 7.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് KCBക്ക് സംഭവിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വീശിയടിച്ച കാറ്റിൽ അമ്പലപ്പാറയിലാണ് മരങ്ങൾ വീണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി തൂണുകൾ തകർന്നിട്ടുള്ളത്. 35 തൂണുകൾക്കാണ് തകരാർ സംഭവിച്ചത്. ഒറ്റപ്പാലത്ത് 13 വൈദ്യുതി തൂണുകൾക്ക് മുകളിലും മരങ്ങൾ വീണു. അമ്പലപ്പാറയിൽ വേങ്ങശ്ശേരി, കോട്ടക്കുന്ന് ഭാഗങ്ങളിൽ 2 ഹൈടെൻഷൻ തൂണുകളാണ് മഴയിൽ നാശമായത്. കടമ്പൂർ, പൂക്കോട്ടുകാവ്, പാലാരി ഭാഗങ്ങളിൽ 10 വീതം തൂണുകൾ തകർന്നു. വിവിധ സ്ഥലങ്ങളിലായി 70 ഇടങ്ങളിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു. മരങ്ങൾ പൊട്ടിയും ചില്ലകൾ വീണുമാണ് ഇവ തകർന്നത്. 5.5 ലക്ഷം രൂപയാണ് അമ്പലപ്പാറയിൽ നാശമുണ്ടായത്. വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്ന 90% പണിയും പൂർത്തിയായതായി അമ്പലപ്പാറ KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഒറ്റപ്പാലത്ത് പട്ടണത്തിന് സമീപം ചേരിക്കുന്ന്, മീറ്റ്ന, കയറമ്പാറ, മഞ്ഞളാടിപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിലായാണ് 13 വൈദ്യുതി തൂണുകൾ തകർന്നത്. 40ഓളം സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു. 2 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇതുവഴി KCBക്ക് സംഭവിച്ചത്. വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയായതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ശബരിമലയിലെ നിറ ഉത്സവത്തിന് ഇപ്രാവശ്യം ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കതിർ കൊണ്ടുപോകും. ഓഗസ്റ്റ് 12-നാണ് ശബരിമലയിലെ നിറ ഉത്സവം. പഞ്ചവാദ്യഘോഷത്തോടെ 11-ന് രാവിലെ 9 മണിക്ക് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ കതിർക്കറ്റകൾ എഴുന്നള്ളിക്കും. ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഉത്സവത്തിന്റെയും കലകളുടെയും എല്ലാം പ്രധാന കേന്ദ്രം കൂടിയാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രസമിതിയും ഭക്തജനങ്ങളും കാർഷിക സംസ്കൃതിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. ക്ഷേത്രം വകയായുള്ള 5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ എല്ലാ വർഷവും നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. മലബാറിലെ തന്നെ 300-ലധികം ക്ഷേത്രത്തിലേക്ക് നിറോത്സവത്തിന് ഇവിടെ നിന്ന് കതിർ കൊണ്ടുപോകുന്നത് പതിവാണ്. ശബരിമലയിലെ നിറോത്സവത്തിന് ആനമങ്ങാട് കുന്നിന്മേൽ പാടശേഖരത്തിൽ നിന്നും കതിർ കൊണ്ടുപോകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. ആദ്യമായാണ് ഇവിടെ നിന്നും ശബരിമലയിലേക്ക് കതിർ കൊണ്ടുപോകുന്നത്. ഇപ്രാവശ്യം ആഗസ്റ്റ് 12-നാണ് ശബരിമലയിലെ നിറോത്സവം. പഞ്ചവാദ്യാഘോഷത്തോടെയും ഭക്തരുടെ അകമ്പടിയോടെയും 11-ന് രാവിലെ 9 മണിക്ക് കതിർക്കറ്റകൾ എഴുന്നള്ളിക്കും. എല്ലാ വർഷവും കൃഷി നടത്താറുണ്ടെങ്കിലും അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് നിറോത്സവത്തിന് കതിർക്കറ്റകൾ കൊണ്ടുപോകാറുണ്ടെങ്കിലും ഈ വർഷം നമുക്ക് ശബരിഗിരീശിൻ്റെ സന്നിധിയിലേക്ക് ആദ്യമായിട്ടാണ് കതിർ കൊണ്ടുപോകുന്നതിന് അവസരം ലഭിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യ സംഘത്തോടൊപ്പം വളരെ ആഘോഷമായി തന്നെയാണ് ആഗസ്റ്റ് 11-ന് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. 12-ന് കാലത്താണ് ശബരിമലയിൽ നിറോത്സവം. പഞ്ചവാദ്യ സംഘത്തോടൊപ്പം തന്നെ ഈ നിറോത്സവം സമർപ്പിക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും പോകുന്നുണ്ട്. വള്ളുവനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ പല ദിവസങ്ങളിലാണ് ഈ വർഷത്തിൽ നിറോത്സവം നടക്കുന്നത്. ഇതിനാൽ ഇപ്രാവശ്യം വ്യത്യസ്ത മൂപ്പുള്ള ഉമ, കാഞ്ചന, PT7 എന്നീ വിത്തുകൾ ഉപയോഗിച്ചാണ് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. ക്ഷേത്രം കമ്മിറ്റി അംഗവും കർഷകനുമായ മണലായ ജയപ്രകാശാണ് കുന്നിന്മേൽ പാടശേഖരത്തിലെ കൃഷിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. കിളിശല്യം ഉള്ളതിനാൽ ഏറെ ശ്രദ്ധയോടെയാണ് ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി പരിപാലിച്ചു പോരുന്നത്. 2 വിള നെൽകൃഷിയാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം പാടശേഖരത്തിൽ ചെയ്തു വരുന്നത്. ഇടവിടെയായി ചേന, കപ്പ, വാഴ തുടങ്ങിയ ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വാണിയംകുളം TRK സ്കൂളിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം പരിപാടി സംഘടിപ്പിച്ചു. P. മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും NMMS USS സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളെയുമാണ് വിജയോത്സവം പരിപാടിയിൽ ആദരിച്ചത്. P. മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. സമൂഹത്തെയും നാട്ടുകാരെയും വീട്ടുകാരെയും അതുപോലെ തന്നെ അധ്യാപകന്മാരെയും എല്ലാം വന്ദിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥികളായും പിന്നീട് സമൂഹത്തിന്റെ ഭാഗമായും
രാഷ്ട്ര നിർമ്മാതാക്കളായും രാഷ്ട്ര തന്ത്രജ്ഞന്മാരായും ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും അങ്ങനെയുള്ള വിവിധമായ മേഖലകളിലേക്ക് കയ്യെത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ മുഖ്യാതിഥിയായി. ഹെഡ് മാസ്റ്റർ പി ജഗദീഷ്, വാർഡ് മെമ്പർ ആശാദേവി, PTA പ്രസിഡന്റ് രാമൻകുട്ടി, പ്രിൻസിപ്പൽ കെ രാജീവ്, സ്റ്റാഫ് സെക്രട്ടറി എൻ ഷാജി തുടങ്ങിയവരും സംസാരിച്ചു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സാദരം സഹകരണം 2024 എന്ന പേരിൽ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രസിഡന്റുമാരെയും മുതിർന്ന നിക്ഷേപകരെയും ചടങ്ങിൽ ആദരിച്ചു. സ്തുത്യർഹമായ സേവനവുമായി 78ാം വാർഷികം ആഘോഷിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തങ്ങളുടെ നിക്ഷേപകരുടെയും ഇടപാടുകാരുടെയും കൂടിച്ചേരലിന് അവസരമൊരുക്കിയാണ് സാദരം സഹകരണം 2024 എന്ന പേരിൽ സൗഹൃദ സംഗമം ഒരുക്കിയത്. ശനിയാഴ്ച രാവിലെ വല്ലപ്പുഴ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ബാങ്കാണ് സഹകരണ ബാങ്കെന്നും കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയൊരു അടിത്തറ സഹകരണ ബാങ്കുകൾക്കുണ്ടെന്നും ഏതെങ്കിലും തെറ്റായ പ്രവണതകളുടെ പേരിൽ സഹകരണ മേഖലയെയാകെ മോശമാണെന്ന് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമാണെന്നും MP പറഞ്ഞു. സഹകരണം എന്ന് വെച്ചാൽ 100% ബാങ്കിനോട് സഹകരിക്കുന്നവരാണ് വല്ലപ്പുഴയിലെ സഹകാരികൾ. അതിന് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ്. ആരെങ്കിലും ഭരണസാരഥ്യം ഏറ്റെടുത്താൽ പിന്നെ ആ ഭരണസഭ നോക്കിക്കോളും എന്ന് പറഞ്ഞ് മുൻകാലത്തുള്ളവർക്ക് കഴിയുള്ളൂ. പക്ഷേ ഞാനിവിടെ വന്ന് കാണുമ്പോൾ വർഷങ്ങളായി ബാങ്കിൻ്റെ സാരഥ്യം വഹിച്ചവർ, മുൻകാലങ്ങളിലൊക്കെ നേതൃത്വം നൽകിയവർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഇവിടെയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ വല്ലപ്പുഴ ബാങ്കിൻ്റെ വിജയം എന്ന് കൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 240 കോടി അത്ര വലിയൊരു സംഖ്യയല്ല. കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള നിക്ഷേപം കണ്ടുകൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ അതിനുവേണ്ടി പ്രത്യേകമായി ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു എന്നുള്ളത് കണ്ടാൽ അറിയാം നമ്മുടെ ആസ്തിയുടെ കനം എത്രയാണ്. ഈ ആസ്തി എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളുടെ 1 രൂപ തൊട്ട് 10 രൂപയും 5 രൂപയും 50 രൂപയും 100 രൂപയും ഉള്ള നിക്ഷേപമാണ്. ഈ രാജ്യത്ത് തന്നെ ഏറ്റവും സുതാര്യമായി സഹകരണ മേഖല പ്രവർത്തിക്കുന്നതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതും നമ്മുടെ സംസ്ഥാനമാണ്. 100 കണക്കിന് 1000 സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചില കള്ളനാണയങ്ങൾ വന്നുപെടാം, ചില കെടുകാര്യസ്ഥതകൾ ഉണ്ടാകാം, ചില നോട്ടപ്പശകൾ ഉണ്ടാകാം, ചില കൃത്രിമങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതാണ് കേരളത്തിലെ സഹകരണ മേഖല എന്ന് ഊതിപ്പെരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം. അതൊരു സതുദ്ദേശപരമായ ഉദ്ദേശമല്ല. ഇപ്പം നമ്മുടെ സഹകരണ മേഖലയെ നോക്കി ഇതിൻ്റെ വലുപ്പവും വ്യാപ്തിയും കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് കൊടുക്കാനുള്ള മറുപടി. ബാങ്ക് പ്രസിഡന്റ് രായൻ കീഴിശ്ശേരി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരിക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഈ വേദിയുടെ അപ്പുറത്ത് ഒരു സ്വകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടന ഒരു ഡയാലിസിസ് സെന്റർ നടത്തുന്നു. നമ്മുടെ ഈ പഞ്ചായത്തുകളിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് കിഡ്നി രോഗികളുണ്ട്, ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്, ഒരുപാട് അറ്റാക്ക് രോഗികളുണ്ട്. അവർക്കൊക്കെ ഒരു താങ്ങും തണലുമാകാൻ ഒരു സഹകരണ സ്ഥാപനത്തിന് എന്താവാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ടത്. കുടുംബത്തിനൊരു കരുതൽ പദ്ധതിയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ നിർവഹിച്ചു. നിക്ഷേപ സുരക്ഷിതത്വവും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ നടന്ന സഹകരണ സെമിനാറിൽ റിട്ടയർഡ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ G മുരളീധരൻ പിള്ള സംസാരിച്ചു. ബാങ്കിന്റെ മുൻകാല പ്രസിഡന്റുമാരായ PK കോയ, K അബ്ദുൽ കരീം, K അബൂബക്കർ, NP രാമചന്ദ്രൻ, C മോഹൻദാസ് എന്നിവരെയും മുതിർന്ന നിക്ഷേപകരെയും മുൻ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് സെക്രട്ടറി P അഷ്റഫ് അലി, ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന, മുൻ പ്രസിഡന്റ് കളത്തിൽ അഷ്റഫ്, C അബ്ദുൽ സലാം, ഡയറക്ടർമാരായ രാജീവ്, കബീർ, ബഷീർ, ബീരാൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ, ജലജ, റസിയ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. SC കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വാണിയംകുളം കോതയൂർ മുല്ലയ്ക്കൽ നഗർ റോഡ് നാടിന് സമർപ്പിച്ചു. P മമ്മിക്കുട്ടി MLA റോഡ് ഉദ്ഘാടനം ചെയ്തു.
SC കോർപ്പസ് ഫണ്ടായ 22,80,000 രൂപ വിനിയോഗിച്ചാണ് വാണിയംകുളം കോതയൂർ മുല്ലക്കൽ നഗർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 190 മീറ്റർ കോൺക്രീറ്റും 120 മീറ്റർ സംരക്ഷണ ഭിത്തിയും അടങ്ങുന്നതാണ് പ്രവൃത്തി. പി മമ്മിക്കുട്ടി MLA റോഡ് നാടിന് സമർപ്പിച്ചു. അവർക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴി ശരിയായ രീതിയിലില്ല. പഴയ കാലത്തൊക്കെ തന്നെ നടവരമ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. വരമ്പുകളെന്നാണ് കണ്ടങ്ങളെ തമ്മിൽ വാർത്തിരിക്കുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നടന്നു പോകുന്നതിനൊക്കെ ഉണ്ടാക്കിയിരുന്ന വരമ്പുകളാണ്. ആ വരമ്പുകൾ കൂടി തന്നെയാണ് നമ്മളൊക്കെ യാത്ര ചെയ്തിരുന്നത്. പിന്നീട് കേരളത്തിലുണ്ടായ ഈ വലിയൊരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരമ്പുകളൊക്കെ വലിയ എന്താ പറയുക റോഡുകളായി, റോഡുകളൊക്കെ തന്നെ ഹൈവേ ആയി, അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമാക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളായി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷനായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി. ഒറ്റപ്പാലം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ R അരുൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത, സ്ഥിരം സമിതി അധ്യക്ഷരായ VP സിന്ധു, P ഹരിദാസ്, വാർഡ് മെമ്പർ VK ജയശ്രീ, ജില്ലാ പട്ടികജാതി ഓഫീസർ KS ശ്രീജ തുടങ്ങിയവരും സംസാരിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കും നിഷേധാത്മക നിലപാടുകൾക്കുമെതിരെ KSKTUവിന്റെ നേതൃത്വത്തിൽ വില്ലേജ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണയും വിശദീകരണ യോഗങ്ങളും നടത്തി. ശ്രീകൃഷ്ണപുരത്ത് നടന്ന പ്രതിഷേധ ധർണ KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. P ശ്രീജ അധ്യക്ഷയായി. CPM ലോക്കൽ സെക്രട്ടറി B രാജേഷ്, M സുകുമാരൻ എന്നിവർ സംസാരിച്ചു. സംഘം ഉൾപ്പെടെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള വിവിധ വർഗ ബഹുജന സംഘടനകൾ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 33ാമത് ഒളിമ്പിക്സിന് പാരീസിൽ വേദി ഉണർന്നപ്പോൾ ആവേശം പങ്കിട്ട് ശ്രീകൃഷ്ണപുരം AUP സ്കൂളിൽ ദീപശിഖ പ്രയാണം നടത്തി. സ്കൂൾ മാനേജർ C സുബ്രഹ്മണ്യൻ ദീപശിഖ തെളിയിച്ചു. ഹെഡ് മാസ്റ്റർ ഇൻചാർജ് PM സുധീഷ് ഒളിമ്പിക്സിനെ കുറിച്ച് സംസാരിച്ചു. സ്പെഷ്യൽ അസംബ്ലിയിൽ സ്റ്റാഫ് സെക്രട്ടറി P ഹമീദ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ലെനിറ്റ് ബാബു, സ്കൂൾ ലീഡർ ആഷിഖ്, അസ്ലം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇവിടെ അസംബ്ലി കൂടിയിരിക്കുന്നത് നമ്മുടെ 33ാമത് പാരീസ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ദീപശിഖ തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് നമ്മുടെ മാനേജർ മാഷ് ഇവിടെ ദീപശിഖ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് മെഡലുകൾ കിട്ടട്ടെ എന്ന് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ആശംസകൾ അറിയിക്കുന്നു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർക്കിടക ഫെസ്റ്റ് പ്രസിഡന്റ് P ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായ കർക്കിടക കഞ്ഞിക്കൂട്ട്, ജൈവ പച്ചക്കറികൾ, മസാലക്കൂട്ടുകൾ, എണ്ണപ്പലഹാരങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഫെസ്റ്റിൽ ഒരുക്കിയത്. വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് അധ്യക്ഷനായി. K അജിത് കുമാർ, P മനോജ്, അരവിന്ദാക്ഷൻ, സെക്രട്ടറി ആഷിഫ് എന്നിവർ പങ്കെടുത്തു. കർക്കിടകം എന്നുള്ളൊരിതൊന്നും ഇപ്പം ഇല്ല. നമ്മൾ മുന്നേക്കെ നമ്മൾ കർക്കിടക കഞ്ഞി നമ്മുടെ ഒരു ആരോഗ്യത്തിന് ഈ ഒരു മാസം നമ്മൾ നല്ല രീതിയിലുള്ള അങ്ങനത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുടർന്ന് ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്നിപ്പോൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞ ഇതിലുണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പഞ്ചായത്തിൽ നടത്തുന്നത്. അപ്പോൾ തുടർന്ന് നമുക്കിനി ഓണ വരാൻ പോകുന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് KSSPU കാറൽമണ്ണ യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനോടനുബന്ധിച്ച് പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും 80 വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങളെ ആദരിക്കലും മെഡിസെപ് കാർഡ് വിതരണവും നടത്തി. PK വിജയകൃഷ്ണൻ, M മോഹനൻ, K രവീന്ദ്രൻ, M ജയരാജൻ, M കൃഷ്ണൻകുട്ടി, V രവീന്ദ്രൻ, PS ലത, സുമിത്ര T, EV സുജാത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF ഭരിക്കുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ പാർട്ടി ഔദ്യോഗിക പക്ഷം കൊണ്ടുവന്ന അവിശ്വാസം. അച്ചടക്ക ലംഘനം നടത്തിയ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ 9 മുസ്ലിം ലീഗ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവിശ്വാസം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. ചെർപ്പളശ്ശേരിയിൽ മരം പൊട്ടി വീണ് വീട് തകർന്ന് പരിക്കേറ്റ് സ്ത്രീ മരിച്ചു. 60-കാരിയായ കുഞ്ഞിലക്ഷ്മിയാണ് മരിച്ചത്. കുടുംബത്തിന് മുൻഗണനാടിസ്ഥാനത്തിൽ ലൈഫിൽ വീട് നൽകാൻ ഇടപെടൽ നടത്തുമെന്ന് P മമ്മിക്കുട്ടി MLA. സർക്കാർ സഹായം ലഭ്യമാക്കും. മണ്ണാർക്കാട് കുമരംപുത്തൂർ പൊതുവപ്പാടത്തും വീടുകൾക്ക് ഭീഷണിയായി വൻ മരങ്ങൾ. താമസം മാറ്റി 5 കുടുംബങ്ങൾ.
6 മാസം മുൻപ് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ. പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ട്രാവൽ സ്ഥാപനത്തിൽ 3 പേർ വന്ന് യുവാവിനെയും ഭാര്യയെയും മർദ്ദിച്ചതായി പരാതി. സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം, രക്ഷിതാക്കൾ തമ്മിലുള്ള തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്നും സൂചന. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവം പ്രതിക്ക് 23 വർഷം കഠിന തടവും 45,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. പ്രതി പാങ്ങ് സ്വദേശി ഗിരീഷിനാണ് ശിക്ഷ വിധിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.